എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ. ഇന്ദ്രൻ ഇങ്ങനെ ആകെപ്പാടെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. ഇന്ദ്രന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ കടന്നു വരുന്നുണ്ട്. ആ പല്ലവി സേതുമാധവനൊക്കെ ഇപ്പൊ സന്തോഷിച്ചോണ്ടിരിക്കുമായിരിക്കും. അവരുടെ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടാവരുത്. നിഖില് അവൻ തന്റെ കൂട്ടുകാരനാന്നുള്ള കാര്യം ഇപ്പോഴും അവർക്ക് അറിയത്തില്ല. താനും അവൻ ചേർന്ന് പല പ്ലാനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പണി തന്നെ ഉടനെ തന്നെ കൊടുക്കണം, നിഖിലിനെ ഒന്ന് വിളിക്കണം എന്നൊക്കെ കരുതിയിട്ട് എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നിഖിലിനെ വിളിക്കാനായിട്ടായി ഫോൺ എടുക്കുകയാണ്. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്രീഹരിയുടെ മനസ്സിൽ അച്ഛന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അച്ചു നോക്കുന്ന ഓരോ നോട്ടത്തിലും അത്രയേറെ തന്നോട് ഇഷ്ടമാണെന്ന് ശ്രീഹരി തിരിച്ചറിയുക. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പക്ഷെ സേതുവേണ്ണ അല്ലായിരുന്നെങ്കിൽ താൻ എന്തും ചെയ്തനും. ഇവിടെ സേതുവേണ്ണ ഉണ്ടായിപ്പോയി. സേതുവേണ്ണ തനിക്ക് താൻ കൊടുത്തിരിക്കുന്ന സ്ഥാനം ഒരു വല്യേട്ടന്റെ സ്ഥാനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ താൻ ഒരിക്കലും ചതിക്കാനായിട്ട് പാടില്ല. കൂടത്ത് എന്നിട്ട് ചതിക്കാന്ന് പറഞ്ഞാൽ അതിൽ വരം വേറൊന്നും കിട്ടാനില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നീട് ശ്രീഹരി സ്വയം മനസ്സിനെ കൺട്രോൾ ചെയ്ത് അങ്ങോട്ട് പോവാണ്. ഈ സമയം അച്ഛൻ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. അപ്പൊ അച്ഛൻ്റെ അടുത്തേക്ക് നിഖിൽ അങ്ങോട്ട് വരുവാണ്. നിഖിൽ വന്നിട്ട് പറഞ്ഞു, അതെ എന്താ നിന്റെ മുഖം വല്ലായിരിക്കുന്നത്? കുറെ സമയമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് മാത്രല്ല ആ ശ്രീഹരി നിന്നോടൊപ്പം കുറെ ആടിപ്പാടം നടന്നല്ലേ, എന്നിട്ടോ അവന് നിന്റെ അടുത്ത് വന്നു കഴിയുമ്പത്തിന് ഇച്ചിരി ഒലിപ്പേര് കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇത് കേട്ടോ അച്ഛൻ പറഞ്ഞു, ഇതേ അനാവശ്യം പറയരുത് നിഖിലെന്ന് പറയാ. അനാവശ്യം പറയാൻ എന്തിരിക്കുന്നേ? അതെ ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ നിനക്ക് ഭയങ്കര ദേഷ്യം. എന്നോടൊപ്പം ഇരുന്ന് കഴിക്കാൻ നിനക്കെന്താ വല്ല മടിയുണ്ടോ എന്ന് ചോദിക്കുക. അതിന് ഞാൻ നിഖിലിനോടൊപ്പം ഇരുന്നാണല്ലോ ആഹാരം കഴിച്ചേ. അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അവന് നിന്റെ അടുത്ത് വരുമ്പോ എന്തോ ഒരു സെന്റിമെന്റ്സ് ഉള്ള പോലെ. അത് പിന്നെ ശ്രീഹരി കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാന്ന് പറയാം. ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണത്തിന് ശേഷം ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്തോണെന്ന് പറയാം. ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, ഞാനിതിനെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യണേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ രണ്ടും നല്ല ഫ്രണ്ട്സാണ്. കല്യാണത്തിന് ശേഷം നിഖിലിന്റെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്യാൻ നിഖിലിന് സമ്മതമാണോ? അല്ലല്ലോ. പിന്നെ ഞാനിതിനെ എന്റെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുക. എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട് നിഖിലെ, അത് വിട്ട് ഞാനൊരു കളിക്കും കൂട്ടാക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ട നിഖിലും മനസ്സിൽ പറഞ്ഞു, കല്യാണത്തോട് കൂടിയിട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാടി. ഇനി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ അല്ലേ ബാക്കിയുള്ളൂ. നിനക്കിട്ടുള്ള പണി ഞാൻ അപ്പം തന്നോളാം. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നിന്റെ താളത്തിനൊത്ത് ഞാൻ തുള്ളുന്നൊരു പാവയാന്നോ? അതൊക്കെ വെറും നിന്റെ തോന്നൽ മാത്രമാണെന്ന് പറയാം. പിന്നീട് നിഖിൽ അച്ഛനോട് പറഞ്ഞു, അല്ലച്ചു ഒരു കാര്യം ചോദിച്ചട്ടെ, ഇതുവരെ ആയിട്ടും നിന്റെ ഷെയറിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണ കല്യാണത്തിന് മുമ്പ് ചെറുക്കന്റെ വീട്ടുകാരുടെ പെണ്ണിന്റെ വീട്ടുകാരെല്ലാ കാര്യങ്ങളും പറയുന്ന, എന്ത് തരും അതിനെക്കുറിച്ചൊക്കെ ചർച്ച വെക്കുന്ന. ഇതുവരെയായിട്ട് ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. പ്രതാപൻ അങ്കിളിനോട് പറഞ്ഞു കഴിയുമ്പം അങ്കിള് പറയാം അതൊക്കെ കിട്ടുമെന്നാ പറയണേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കൊരു ധർമ്മ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടാനുള്ള എന്താന്ന് വെച്ചാൽ കിട്ടണമെന്ന് പറയാം. അതിപ്പോ സ്വർണ്ണമാണ് ശരി, പണമാണല്ലോ ശരി എന്ന് പറയാം. ഇത് കേട്ടത് അച്ഛന് നല്ല ദേഷ്യം വന്നു. അച്ഛൻ ചോദിച്ചു, നിഖിലെന്താ എന്റെ സ്വർണ്ണത്തെ പണത്തെ കണ്ടാണ് എന്നെ മോഹിച്ചെന്ന് ചോദിക്കാം. അതല്ല, ഇപ്പം ഞാൻ ആ പറഞ്ഞതിന്റെ പിന്നില് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. എന്താണെന്നറിയോ, എനിക്ക് എന്റെ അമ്മയുടെ മുന്നിൽ പിടിച്ചു വയ്ക്കാനായിട്ട് പറ്റില്ല. എന്റെ അമ്മ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. അമ്മയുടെ സ്വഭാവം വേറെ ക്യാരക്ടറാ. അമ്മ വിചാരിക്കുന്നത് എനിക്ക് ഇതിനേക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടും, വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനായിട്ട് പറ്റുമെന്നൊക്കെയാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അമ്മേനെ ഒന്ന് വിശ്വസിപ്പിച്ചാൽ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേന്ന് പറയണം. അച്ഛന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അച്ചു പറഞ്ഞു, തലക്കാലത്തേക്ക് ഇതേ എന്റെ അമ്മയൊന്നും കൂടുതലും തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അറിയാലോ. പിന്നെ എനിക്ക് ഈ സ്വത്തിനോടും പണത്തിനോടും ഒട്ടും താല്പര്യമില്ലാത്ത ആളാ. നിഖിലിന് ഇനി സമയമുണ്ട്. കല്യാണത്തിന് പിന്മാറണമെങ്കിൽ പിന്മാറിക്കോ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയാം. അച്ഛന് എങ്ങനെയെങ്കിലും ഈ ബാധയൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിഖിൽ പറഞ്ഞു, അതെന്താ എന്നെ ഒഴിവാക്കാൻ നോക്കുന്നതാണെന്ന് ചോദിക്കാം. അല്ല, സ്വർണത്തിന്റെയും പണത്തിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ. അല്ല അത് പിന്നെ അവന്റെ ഞാൻ പറഞ്ഞല്ലോ, അതെന്റെ താല്പര്യമല്ല അമ്മയുടെ താല്പര്യ. ശ്രീദേവി തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുവാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിന്റെ ആസ്തിയൊക്കെ വെച്ച് നോക്കുമ്പോ ഈ പൊന്നുമ്മടെ ഒന്നും അല്ലാന്ന് പറയണം. അച്ഛൻ പറഞ്ഞു, അത് ശരിയായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ഞങ്ങളുടെ കുടുംബം എത്തത്തില്ലായിരിക്കും. പക്ഷേങ്കില് എന്റെ അമ്മയ്ക്കാണെങ്കിലും ഒരു പരിധിയും കാര്യങ്ങളുണ്ട്. എന്റെ അച്ഛനുണ്ടാണെങ്കിൽ ഒരു പക്ഷേങ്കില് അറിയാലോ, ചിലപ്പോ എന്നെ പൊന്നുകൊണ്ട് മൂടിയായിരിക്കും ഇറക്കി വിടുന്നത്. പക്ഷെ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പം നിഖിലിന് വേണേ തീരുമാനിക്കാന്ന് പറയാം. നിഖിൽ ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? അച്ചു തന്റെ സ്റ്റാൻഡിൽ അങ്ങനെ ഉറച്ചു നിൽക്കുവാണ്. പിന്നീട് നിഖിൽ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഞാൻ പറയുന്ന ആർക്ക് വേണ്ടാന്നറിയാം? നമ്മുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ട, കല്യാണം കഴിഞ്ഞ് നമുക്ക് സെറ്റിൽ ആവണ്ടേ, അതിന് വേണ്ടാന്ന് പറയും. അതിനിപ്പോ എന്താ, ഞാൻ നിഖിലിന്റെ വീട്ടിലല്ലേ നിൽക്കാൻ പോന്നേ.
പിന്നെന്താ കുഴപ്പം? ഇത് കേട്ട് നിഖിലിന് ഉത്തരം മുട്ടി. എന്ത് പറയാൻ പറ്റും? അച്ഛനോട് ചോദിക്കുന്നല്ല, അച്ഛന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. പിന്നീട് നിഖിൽ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കല്യാണത്തിന് ശേഷം ഈ പറയുന്ന സേതുമാധവനും പല്ലവിയൊക്കെ ഉണ്ടല്ലോ, അവർ ഈ വീട്ടിൽ കിടന്ന് അധികം കറങ്ങുന്ന എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കാര്യമില്ലെന്ന് പറയും. അതിന് നിഖിൽ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? അത് അവരിവിടെയല്ല അവിടെ, ഞാൻ നിഖിലിന്റെ വീട്ടിലേക്കല്ലേ വരുന്നതെന്ന് ചോദിക്കുക. അവിടെ നിഖിലിന് ഉത്തരം മുട്ടി. വല്ലതും പറയാൻ പറ്റുമോ? അവസാനം അച്ചു പറഞ്ഞു, അതെ ഇമാതിരി സില്ലി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ വഴക്കടിക്കണേ? അതിന്റെ കാര്യം എനിക്കില്ല. നിഖിലിന് ഇനി സമയമുണ്ട്, വേണമെങ്കിൽ ബന്ധത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറിക്കോ, അതാ നല്ലതെന്നും പറഞ്ഞിട്ട് അച്ചു ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. നിഖിലിന് മനസ്സിലായി ഇവള് പെട്ടെന്നൊന്നും അങ്ങനെ അടുക്കുന്ന ടൈപ്പ് ഒന്നുമല്ല. താൻ വിരിച്ച വലയിലൊന്നും ഇവള് കുടുങ്ങുന്നുമില്ല. കൊടുക്കാൻ തനിക്കറിയാം, എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാം. ഈ സമയം പല്ലവി അയലോടെ ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. പൂർണ്ണിമയാണെങ്കിലും എല്ലാ കാര്യത്തിനും പല്ലവിനെ വിളിക്കുന്നത്. അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടിട്ട് ശ്രീദേവിക്കും പ്രതാപനും ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നില്ല. പ്രതാപന്റെ അടുത്തേക്ക് പത്മ വന്നിട്ട് പറഞ്ഞു, ദേ അവളുണ്ടല്ലോ ആ പല്ലവി, ഇവിടുത്തെ ഓളിനോളായിട്ട് നടക്കുവാണല്ലോ, എല്ലാ കാര്യങ്ങളും അവളാണല്ലോ ചെയ്യുന്നേ. നടപ്പും മട്ടും ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മരുമോളാന്ന് തോന്നുന്നു അവള് എന്ന് പറയാ. പ്രതാപൻ പറഞ്ഞു, എത്ര ദിവസത്തേക്കാ? നിഖിലി കുടുംബത്തിലേക്ക് ഒന്ന് വന്ന് കയറിക്കോട്ടെ, അതിനുശേഷം നമ്മൾ ഇവിടെ പല മാറ്റങ്ങളും വരുത്തുമെന്ന് പറയാം. അത് ശരിയാ, അടിച്ചിറക്കാൻ പറ്റുന്ന പലതിനെ നമ്മൾ അടിച്ചിറക്കും. പിന്നെ ഈ കുടുംബത്തിന്റെ നിയന്ത്രണം തന്നെ നമ്മുടെ കയ്യിലായിരിക്കും. കാരണം അച്ചു അല്ലേ നമ്മുടെ ഏറ്റവും വലിയ തുറപ്പിച്ചിട്ടെന്ന് പറയാം. പത്മ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ആ ശ്രീദേവി ചേച്ചി സ്വഭാവം അത്ര പെർഫെക്റ്റ് അല്ലെന്ന് പറയണം. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെന്തൊക്കെയോ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നേ. നിഖിലാണ് അവരുടെ പ്രതീക്ഷ. ഇങ്ങനെയായിട്ടൂടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങളൊക്കെ നിൽക്കുമോ പ്രതാപേട്ടാന്ന് ചോദിക്കുക. നിർത്തണം, അവിടെയാണ് നമ്മുടെ മിടുക്കെന്ന് പറയാണ്. ഈ സമയം ഇന്ദ്രൻ നിഖിലിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നിഖിലിനോട് വിളിച്ചിട്ട്, എന്തായടാ നിഖിലെ കാര്യങ്ങളൊക്കെ? ഇവിടെ എല്ലാം തകർത്ത് വാരിക്കൊണ്ടിരിക്കുവാന്ന് പറയാണ്. അങ്ങനെ തന്നെ വേണം, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും വെറുതെ വിടല്ല. എനിക്ക് ആ സേതുവിനെ പല്ലവിനെ ഒരുമിച്ച് കിട്ടണം. രണ്ടിനോടുള്ള പ്രതികാരം പല്ലവിന് ഒരു ദിവസം എനിക്ക് കിട്ടണം. അതിന് ഏറ്റവും നല്ല തുറപ്പിച്ചിട്ട് നിന്റെ ആ ഭാര്യയാൻ പോകുന്ന അവന്തിക എന്ന് പറയണം. അതൊക്കെ എനിക്കറിയാം ഇന്ദ്രേട്ടാ, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കല്യാണം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ പ്ലാനുകളെല്ലാം വർക്കാവെന്ന് പറയണം. ഈ സമയത്താണ് പല്ലവി അങ്ങോട്ട് വരുന്നത്. പല്ലവി കേട്ടു നിഖിൽ പറയുന്ന കാര്യം. പിന്നീട് പല്ലവിയോട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇന്ദ്രേട്ടൻ പേടിക്കൊന്നും വേണ്ട, എന്തിനും ഏതിനും ഞാനൊപ്പം ഉണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നു. ഇപ്പൊ ആർക്കും നമ്മളെ സംബന്ധിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു സംശയമില്ല, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവിയിലൊരു ഞെട്ടലുണ്ടായി. അപ്പൊ ശരിയാണ്, ഒരു പക്ഷെങ്കിൽ അന്ന് പ്രതാപന്റെ പേരിലെടുത്ത സിം അത് നിഖിലായിരിക്കും ഇന്ദ്രന്റെ കൊടുത്തിരിക്കുന്നത്. ഇവർ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ചൂടി ചതുക്കുഴിയിലേക്കാണല്ലോ ചെന്ന് പെടുന്നതെന്നൊരു ചിന്ത പെട്ടെന്ന് തന്നെ പല്ലവിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇത് ആപത്താണ്. പക്ഷെ ഈ അവസാന മുഹൂർത്തത്തില് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അച്ഛന്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. ഒരു പക്ഷെ ഇനിയിപ്പോ ഇവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ പോകുന്നു പറയാൻ പറ്റില്ല. ഇവന്റെ മനസ്സിൽ എന്തൊക്കെ പ്ലാനുണ്ട്. അത് ഇന്ദ്രനോടൊപ്പമാണ്. ഇന്ദ്രൻ ഒരിക്കലും നല്ല വഴിയെ ചിന്തിക്കുന്നവനല്ല. അവന് കാണിച്ചു കൂട്ടുന്നൊക്കെ എന്താന്ന് അവന് പോലും അറിയത്തില്ലാത്ത കാര്യങ്ങളാ. അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടുകൂടാ. പിന്നീട് നിഖിൽ സംസാരിച്ചിട്ട് തിരിഞ്ഞങ്ങ് നോക്കുന്നു പല്ലവിയുടെ മുഖത്തേക്കായിരുന്നു. ഒരു നിമിഷം നിഖിലിന് ഒരു വെപ്രാളമായി. നിങ്ങൾ എന്തിനാ എന്റെ പുറകെ വന്ന് ഇങ്ങനെയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അതുകൊണ്ടാണല്ലോ എനിക്ക് നിഖിലിന്റെ പല സംസാരങ്ങളും കേൾക്കാൻ പറ്റിയെന്ന് പറയാ. ഞാൻ എന്ത് സംസാരിച്ചെന്ന് പറയണേ? ഇനി കൂടുതലൊന്നും ഒളിച്ചു കളിക്കണേ നിഖിലെ, പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായെന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അനാവശ്യമായിട്ട് എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ വരണ്ടെന്ന് പറയാ. പല്ലവി പറഞ്ഞു, ഞാൻ നോക്കട്ടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ നീ ഇത്രയും നാളും ഈ കുടുംബത്തെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുക. ആര് ചതിച്ചെന്ന്? നിനക്ക് തലയ്ക്ക് ഭ്രാന്താന്ന് പറയും. ഭ്രാന്തൊന്നുമല്ല, എനിക്കിപ്പം മനസ്സിലായി നീ ആരാ എന്താന്നൊക്കെ. ഒരു കാരണവശാലും എന്റെ അച്ഛൻ്റെ ഒരു പോർല പോലും ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് സേതുവേട്ടൻ എങ്ങാനും അറിഞ്ഞോണ്ടല്ലോ ഈ നിമിഷം നിന്നെ വിട്ടിട്ട് ചുരുട്ടി കൂട്ടും. സത്യം പറ, നീ ഇന്ദ്രനും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിക്കുക. ഇത് കേട്ടതും നിഖിൽ പറഞ്ഞു, അതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാനും ഇന്ദ്രനും തമ്മിൽ പല ബന്ധങ്ങളും കാണും, അത് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നിഖിൽ അവിടെ കിടന്ന് ഭയങ്കര ദേഷ്യപ്പെടുകയാണ് പല്ലവിയോട്. പല്ലവിക്ക് അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇവന്റെ കയ്യിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. ആ കള്ളത്തരം മറച്ചു വെക്കാനായിട്ടാണ് ഇവൻ തന്നോട് കിടന്ന് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല. അപ്പോഴേക്കും പ്രതാപൻ അങ്ങോട്ട് വന്നു. എന്താന്ന് ചോദിക്കണം. അതെ ഇവൻ എന്നെ കൂടുതൽ ഭരിക്കാൻ വരുവാന്ന് പറയണ. ഓ നിനക്കെന്താടി ഇവിടെ കാര്യം? അല്ല ഇത് പൊന്നും മടം തറവാടാ, നിനക്കെന്താ കാര്യം? നീ ഇവിടുത്തെ കുടുംബക്കാരിയൊന്നുമല്ലോ. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അതാരും ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും പ്രതാപൻ പറഞ്ഞു, ഞങ്ങൾ അറിയണം. അതെ അച്ഛനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആരെന്നറിയോ? ഈ നിൽക്കുന്ന നിഖില. ഇപ്പൊ അച്ഛന്റെ മേലിലുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഇവന് തന്നെയാ. പിന്നെ കൂടുതൽ നീ ഇവനെ ഭരിക്കാനായിട്ടൊന്നും വരണ്ട കേട്ടോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ പല്ലവി പറഞ്ഞു, അതെ ഞാൻ കാണിച്ചുതരാം, ഈ കുടുംബത്തിൽ ഞാൻ ആരെന്ന് കാണിച്ചുതരാം, എന്റെ പദവി എന്താന്ന് ഞാൻ കാണിച്ചുതരാം. അതിനുശേഷം നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. എന്താ വിചാരം? ഒരു കാരണവശാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയണം.
പ്രതാപനോർത്ത് ഇവളെന്താ പറയണേ? നിഖിൽ മുമ്പ് ഫോൺ സംസാരിച്ച കാര്യങ്ങളൊന്നും പ്രതാപൻ അറിയില്ലല്ലോ. ഈ സമയം നിഖിൽ പറഞ്ഞു, ഇവർ ചുമ്മാ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവോ അങ്കിളെ? ഞാൻ ഫോൺ വിളിക്കുന്ന കേട്ടപ്പോ ഞാൻ വേറെ ആരെയോ വിളിക്കുന്നത് കരുതിയിട്ട് ഇവരെന്നോട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയാം. പെട്ടെന്ന് പല്ലവി പറഞ്ഞു, ആയിക്കോട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ വില ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ വിചാരിച്ചാലും പലതും ഈ പൊന്നുമടത്ത് നടക്കുന്നു, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പല്ലവി വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം പ്രതാപൻ ചോദിച്ചു, എന്താണ് നിഖിലെ, എന്താ ഒരു പ്രശ്നങ്ങളുണ്ടോന്ന് ചോദിക്കുക. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല അങ്കളെ. അവള് ചുമ്മാ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നല്ലേന്ന് ചോദിക്കുക. ഈ സമയം പല്ലവിക്ക് ആകപ്പാട് ടെൻഷനായി. ഇത് സേതുവേട്ടനോട് പറയണോ? ഒരു നിമിഷം, ഈ അവസാന നിമിഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ എന്ത് വിചാരിക്കും? ഇന്ദ്രന് ഉള്ള ആ റിലേഷനെ കുറിച്ച് മുമ്പ് അറിഞ്ഞാണ്. പക്ഷേ എങ്കിൽ ഇത് ആരോടൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആരോടാണ്? ഒരു എടിയത്തും പിടിയും കിട്ടിയില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീഹരി വന്നു. ശ്രീഹരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയുടെ മനസ്സിലൊരു തോന്നലുണ്ടായി. മുമ്പ് ശ്രീഹരിയാണ് ഇന്ദ്രനെ നിഖിലിനെ തമ്മിൽ കണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീഹരിക്ക് എന്തെങ്കിലും അറിയാവോ? ഒരു പക്ഷേ എങ്കിൽ എന്താ ശ്രീഹരിയോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ എന്ന് പല്ലവി തീരുമാനിക്കുകയാണ്. പിന്നീട് പല്ലവി ശ്രീഹരിയുടെ അടുത്ത് നിന്നിട്ട്, അല്ല ശ്രീഹരി, ഞാനൊരു സംശയം ചോദിച്ചിട്ടെ, ഒരിക്കലും ഇന്ദ്രനും നിഖിലും കൂടെ തമ്മിൽ സംസാരിക്കുന്ന ശ്രീഹരി കണ്ടെന്നല്ലേ പറഞ്ഞേ? ആ, അത് ഞാൻ കണ്ടാന്ന് പറയണം. ഉറപ്പാണല്ലോ അല്ലേ? അത് ഞാൻ കണ്ടാന്ന് പറയണം. അവർ രണ്ടും സംസാരിച്ച് കൈ കൊടുത്ത് പിരിയുന്ന ഞാൻ കണ്ടാന്ന് പറയാം. അപ്പൊ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങള്. എന്താ പല്ലവി ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. അപ്പൊ ആ ശ്രീഹരിക്ക് തോന്നി എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടല്ലോ എന്ന്. ഒരു പക്ഷേങ്കിൽ നിഖിലിനെ കുറിച്ചും ഇതിനെ കുറിച്ചും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ടായെന്നൊരു സംശയം പല്ലവിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പല്ലവി പിന്നീട് വിചാരിച്ചു, ഇതിങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, സേതുവേട്ടനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് പല്ലവി അങ്ങോട്ട് പോവാണ്. ഈ സമയം ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇന്ദ്രനങ്ങ് തിരിഞ്ഞു കഴിയുമ്പോഴത്തേനുമാണ് അങ്ങോട്ടേക്ക് വിശ്വജിത്ത് വരുന്നത്. വിശ്വത്തിനെ കണ്ട ഉടനെ ഇന്ദ്രൻ പറഞ്ഞു, എന്താടാ നീ നോക്കുന്ന എന്താന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ കല്യാണം മുടക്കാൻ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഒരു രീതിയിൽ നിങ്ങൾ പല്ലവി ചേച്ചിനെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. അതേടാ, നിനക്കെന്താ കുഴപ്പം? ഓ, നിന്റെ ഏട്ടത്തിയമ്മയാണല്ലോ അല്ലെ? അപ്പൊ ആ പരിഗണന നിനക്ക് അവളോടുണ്ടായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്ര വലിയ ഏട്ടത്തിയമ്മയാണെങ്കിലും എന്റെ മുന്നിൽ വെറും പുല്ല് മാത്രമാണ്, അറിയാലോ. അവളെ ഞാൻ സ്വന്തമാക്കൂടാ. ഈ ഇന്ദ്രനെ അവള് വെല്ലുവിളിച്ചിട്ട് പോയത്. അപ്പൊ അവളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, ദേ ഇന്ദ്രേട്ടാ, തീയും കൊണ്ടുള്ള കളിയാണ് ഇത്. സൂക്ഷിച്ചില്ലെങ്കിൽ അവസാനം പൊള്ളലേൽക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതായി തരുന്ന ഇന്ദ്രേട്ടൻ തന്നെ ആയിരിക്കും എന്ന് പറയണേ. എന്താ, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ കുടുംബത്തിൽ തന്നെ എനിക്കൊരു ശത്രുള്ള നീയാണ്. ഞാനിവിടെ സംസാരിക്കുന്ന കാര്യം എന്തേലുമൊക്കെ ആരുടെയും ചെന്ന് പറഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇല്ലാതാക്കാൻ ഞാൻ നിന്നെ ആയിരിക്കും എന്ന് പറയണേ. ഇത് കേട്ടപ്പോ വിശ്വത്തിന് മനസ്സിലായി എന്തൊക്കെയോ അടുത്ത പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ഒരു പ്ലാൻ തയ്യാറാക്കിയതാണ് പുഴയെ ചാടിയത്. അപ്പൊ അതുപോലെ തന്നെ വേറെ എന്തോ ഒരു വമ്പൻ പ്ലാൻ ഉണ്ട്. ഇതെങ്ങനെയാലും പാറുവിനെ അറിയിക്കണം, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. ഒന്ന് സൂക്ഷിക്കാൻ പറയണം പല്ലവി ചേച്ചിയോടൊക്കെ. പിന്നീട് വിശ്വ നേരെ മുറിയിലേക്ക് എന്നിട്ട് പാറിന്റെ ഫോണിലേക്ക് വിളിക്കണം. പാറിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ചേച്ചിയോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. ഇവിടെ ഇന്ദ്രേട്ടൻ എന്തൊക്കെയോ പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ടെന്ന്. ഇത് കേട്ടതും പാറു പറഞ്ഞു, ആ കാര്യത്തിൽ പേടിക്കണ്ട, ഞാൻ ചേച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇനിയിപ്പോ പല്ലവി സേതുവിനോട് സംസാരിക്കും. ഈ കല്യാണം മുടങ്ങാൻ പോവാ. അവസാനം മണ്ണും ചാരയെന്നാലും പെണ്ണും കൊണ്ട് പോയെന്ന് പോലെ നമ്മുടെ ശ്രീഹരി അച്ഛനെ സ്വന്തമാക്കാനായിട്ട് പോവാ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ ആ മുത്തശ്ശി വന്ന് പറഞ്ഞ പോലെ രണ്ടുപേരും ശ്രീഹരിയും അച്ഛൻ നല്ല ജോഡിയാ. അവർ രണ്ടും തമ്മിലാ വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവരും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഈ ആഴ്ച വിവാഹം ഉണ്ടാവോ അത് അടുത്ത ആഴ്ച ആണോന്ന് അറിയത്തില്ല. എന്നാൽ നിഖിൽ അങ്ങനെ പുറത്തേക്ക് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.